Hello dear students, welcome back. In this video, we will discuss +1 geography exam. Chance important questions on our channel. Previous year question papers record videos. Exam record video on our channel available. ഈ വീഡിയോയിൽ മുൻവർഷം ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണെങ്കിലും അധികം ചോദിച്ചു കാണാത്ത കുറച്ച് ചോദ്യങ്ങളാണ്. അതായത് ഒന്ന് രണ്ട് വട്ടം മാത്രം റിപ്പീറ്റ് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കുറച്ചുകൂടി ചാൻസ് ഹൈ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഒരു A+ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ കാണുന്നവർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി ചാപ്റ്റർ വൈസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കവർ ചെയ്തതിൽ ഈ ടോപ്പിക്സ് ഒക്കെ വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കി പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇതിനകത്ത് അതിന്റെ ആൻസേഴ്സ് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ പ്ലീസ് ഡോണ്ട് സ്കിപ്പ്, അതായത് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി തന്നെ കാണാൻ ഈ വീഡിയോ ശ്രമിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ചാപ്റ്റർ വൈസ് തന്നെ നോക്കാം. 2024 ബോർഡ് എക്സാം ചോദിച്ചൊരു ചോദ്യമാണ് ബ്രാഞ്ചസ് ഓഫ് റീജിയണൽ ജോഗ്രഫി എന്ന് പറയുന്നത്. കഴിഞ്ഞ എക്സാമിന് ഇപ്പൊ കഴിഞ്ഞ മോഡലിനൊക്കെ ചോദിച്ചത് ബയോജോഗ്രഫിയുടെ ബ്രാഞ്ചസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായി വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സിസ്റ്റമാറ്റിക് ജോഗ്രഫിയുടെ കീഴിൽ വരുന്ന ഫിസിക്കൽ ജോഗ്രഫിയുടെ ഒക്കെ ബ്രാഞ്ചസ്, അതായത് ജിയോമോർഫോളജി, ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി എന്നൊക്കെ പറയുന്ന ഇതിനെയൊക്കെ സിംഗിൾ ആയിട്ട് അതായത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അല്ലാതെ ബ്രാഞ്ചസ് എഴുതാനൊക്കെ ചോദിക്കും. കഴിഞ്ഞ ബോർഡ് എക്സാമിന് ചോദിച്ചത് റീജിയണൽ അപ്രോച്ച് ആയിരുന്നു. അതുകൊണ്ട് ഈ ഇതുവരെ കഴിഞ്ഞ എക്സാം, അതായത് ഈ വർഷം കഴിഞ്ഞ എക്സാമുകളിൽ നിന്നും റീജിയണൽ അപ്രോച്ച് ചോദിക്കാത്തത് കൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ബോർഡ് എക്സാമിന് റീജിയണൽ അപ്രോച്ച് ചോദിക്കാം. കാർഡ് റിട്ടർ ആണ് റീജിയണൽ അപ്രോച്ച് മുന്നോട്ട് വെച്ചത്, അതുകൂടി ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഏതെല്ലാമാണ് ബ്രാഞ്ച്? റീജിയണൽ സ്റ്റഡീസ് ഉണ്ട്, റീജിയണൽ പ്ലാനിംഗ് ഉണ്ട്, റീജിയണൽ ഡെവലപ്മെന്റ് ഉണ്ട്, റീജിയണൽ അനാലിസിസ് ഉണ്ട്. ഇതിൽ റീജിയണൽ സ്റ്റഡീസിൽ അല്ലെങ്കിൽ ഏരിയ സ്റ്റഡീസ് എന്ന് പറയുന്നതിൽ മാക്രോ, മെസോ, മൈക്രോ എന്ന് തിരിച്ചിട്ടുണ്ട്. മലയാളം താഴെ കൊടുത്തിട്ടുണ്ട്. മേഖലാ പഠനം, മേഖല ആസൂത്രണം, മേഖല വികസനം, അതുപോലെ തന്നെ മേഖല വിശകലനം. ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് നോട്ട് ഡൗൺ ചെയ്യാം. അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി ഒന്ന് നോക്കേണ്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഞാൻ ബാക്കിയുള്ളതൊന്നും പറയുന്നില്ല കാരണം പലതും മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ജിയോമോർഫോളജി ഞാൻ പറഞ്ഞതാണ്, ബയോജോഗ്രഫിയൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കിയെല്ലാം നിങ്ങൾ കവർ ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞല്ലോ ബ്രാഞ്ചസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് ജോഗ്രഫി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ്. പിന്നെ ആളുകളുടെ പേര്, അതായത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് മുന്നോട്ട് വെച്ചത്, അതൊക്കെ ഒന്ന് ഓർക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ഇൻ എവല്യൂഷൻ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ, സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നതാണ്. അന്തരീക്ഷ പരിണാമത്തിന്റെ 3 ഘട്ടങ്ങൾ. അതായത് ആ ചാപ്റ്ററിൽ നിന്ന് അധികം ചോദിക്കാത്ത, അതായത് 1-2 വട്ടമൊക്കെ മാത്രം വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഗൈഡിലും പ്രിന്റൗട്ടിലും ഒക്കെ ഉള്ള ഒരു നോട്ടാണ്. എവല്യൂഷൻ ഓഫ് ലിത്തോസ്ഫിയർ, അതുപോലെ തന്നെ എവല്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കും. ഇതിനകത്ത് വരുന്ന ഞാനിത് കംപ്ലീറ്റ് പറയുന്നില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. വിവിധ സ്റ്റേജസ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്, 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് എവല്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിൽ പറയുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡീഗ്യാസിംഗ് എന്ന് പറയുന്നത്. The process through which gases were outpoured from the interior is called degassing. The process through which gases were outpoured from the interior is called degassing. Evolution of atmosphere-മായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഡീഗ്യാസിംഗ് എന്ന് പറയുന്നത്. ഈ ഡീഗ്യാസിംഗ് മാത്രം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു വർഷം ചോദിച്ചതാണ് എന്താണ് ഈ ഡീഗ്യാസിംഗ് അല്ലെങ്കിൽ നിർവാതകീകരണം എന്ന് പറയും. ഡീഗ്യാസിംഗ് എന്ന് മലയാളത്തിലും അങ്ങനെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിർവാതകീകരണം എന്നും പറയാറുണ്ട്. ഇത്രയേ ഉള്ളൂ. ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് വാതകങ്ങൾ മോചിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഡീഗ്യാസിംഗ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അന്തരീക്ഷ പരിണാമവുമായി ബന്ധപ്പെട്ടതാണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് അതുപോലെ എവല്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഇത്രയും ഒന്ന് നോക്കി വെച്ചേക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന്, അതായത് നിങ്ങൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വായിച്ചു വെച്ചേക്കുക. അതുപോലെ ഡീഗ്യാസിംഗ് എന്ന് പറഞ്ഞ ടേമും ഒക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് ഷാഡോ സോൺ എന്ന് പറയുന്നത്. ഷാഡോ സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഴൽ മേഖലകളാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭൂകമ്പ തരംഗങ്ങൾ, സീസ്മിക് വേവ്സുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷം ബോർഡ് എക്സാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഡയഗ്രാം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഡയഗ്രാം തന്നിട്ട് ഷാഡോ റീജിയൻസ്, അവിടെ പി ആണോ എസ് ആണോ ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പി വേവ്സ്, എസ് വേവ്സ്, സർഫസ് വേവ്സ്. ഈ കഴിഞ്ഞ എക്സാമിന്, അതായത് മോഡലിൽ ചോദിച്ചതാണ് ഏറ്റവും അപകടകാരിയായ ഡിസ്ട്രക്റ്റീവ് വേവ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഉപരിതല തരംഗങ്ങളാണ്, സർഫസ് വേവ്സ് ആണ്, ഓർത്തിരിക്കണം. പിന്നെ പിയും എസും ആണ്, 2 ബോഡി വേവ്സ് ആണ്, ഭൂമിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തരംഗങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഷാഡോ സോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിഴൽ മേഖലകൾ വരുന്നത്. ഇങ്ങനൊരു ചിത്രം തന്നിട്ട് ചോദിക്കാം. അല്ലാതെ
അല്ലാതെ എന്ത് ചോദിക്കാം, എന്താണ് ഷാഡോ സോൺ, വാട്ട് ഈസ് ഷാഡോ സോൺ എന്നൊക്കെ വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. അവിടെ പിയും എസ്പേസിന്റെ ഒക്കെ ഷാഡോ സോൺ ആണ് അറിഞ്ഞിരിക്കണം. ഇവിടെ കൃത്യമായി നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രിന്റ് ഔട്ടിൽ നിഴൽമേഖല എന്താണ്, പിയുടെ നിഴൽമേഖല ഏതാണ്, എസിന്റെ നിഴൽമേഖല ഏതാണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡയറക്റ്റും ഇൻഡയറക്റ്റ് സോഴ്സസ്. നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് പ്രത്യക്ഷ പരോക്ഷ സ്രോതസ്സുകൾ, ഭൂമിയുടെ ഉള്ളറയെ പറ്റി അറിയാൻ അല്ലെങ്കിൽ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ അറിയാനുള്ള മാർഗങ്ങളാണ് ഇൻഡയറക്റ്റ് സോഴ്സസും അതുപോലെ തന്നെ ഡയറക്റ്റ് സോഴ്സസും. അപ്പോൾ ഏതെല്ലാമാണ് ഡയറക്റ്റ് സോഴ്സസ് അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് അറിയേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നേരിട്ട് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് ലഭിക്കുന്നത് ഡീപ് ഓഷൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റ് ഉണ്ട്. അതായത് സമുദ്രത്തിന്റെ ആഴത്തിലുള്ള എന്താണ് തുളകളിലൂടെയെല്ലാം നമുക്ക് എന്ത് ലഭിക്കുന്നു, വിവരങ്ങൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് എന്ന് പറയുന്നത് അഗ്നിപർവ്വത സ്ഫോടനമാണ് അല്ലെ. അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു ലാവ പുറത്തു വരുന്നു അല്ലെ, മാഗ്മ ലാവയെ പുറത്തു വരുന്നു, അതിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. അപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻ, ഡീപ് ഓഷൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റ്, മൈനിങ് എഴുതാം കേട്ടോ, മൈനിങ് മുതലായവയെല്ലാം അതിൽ വരുന്നതാണ്, ഡയറക്റ്റ് സോഴ്സസ് ആണ്. ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുമ്പോൾ അതായത് പരോക്ഷ സ്രോതസ്സുകൾ, അതാണ് കഴിഞ്ഞ എക്സാം ചോദിച്ചത്. മീറ്റിയോർസ് അല്ലെങ്കിൽ ഉൽക്കകളെ പറ്റിയുള്ള പഠനം, പിന്നെ ഗ്രാവിറ്റേഷൻ, മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക വലയത്തിൽ നിന്നും, അതുപോലെ തന്നെ സീസ്മിക് ആക്ടിവിറ്റി, നമ്മൾ ഈ പറഞ്ഞ തരംഗങ്ങളുടെ പഠനം ഏതാണ്, ഇൻഡയറക്റ്റ് സോഴ്സസ് ആണ്. അതായത് ഭൂകമ്പ തരംഗങ്ങളുടെ പഠനമൊക്കെ പരോക്ഷ സ്രോതസ്സിൽ വരുന്നതാണ്. പിന്നെ ഗ്രാവിറ്റേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് പരോക്ഷ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട്, ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത്. അത് അങ്ങനെ അത്ര ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ലെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക, അത് ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേം ആണ്. ദ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഓഫ് മെറ്റീരിയൽ വിത്തിൻ ദി എർത്ത് ഇൻഫ്ലുവൻസസ് ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ അല്ലെങ്കിൽ ഗുരുത്വാകർഷണത്തിന്റെ മൂല്യത്തിൽ വരുന്ന ഒരു മാറ്റം ഒരു മാറ്റമാണ്. അനോമലി എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ആണ്, മാറ്റമാണ്. അതാണ് ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 ഇമ്മീഡിയറ്റ് ഹസാർഡസ് എഫക്ട്സ് ഓഫ് എർത്ത്. ഇത് മുൻ വർഷങ്ങളിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ഭൂകമ്പം. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എഫക്ട്സ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഹസാർഡസ് എഫക്ട്സ് എന്നൊക്കെ ചോദിക്കുക. അതായത് ഭൂകമ്പത്തിന്റെ അനന്തരഫലങ്ങൾ എന്ന് പറഞ്ഞ് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എർത്ത് ചോദിക്കാം. അങ്ങനെ എർത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എഫക്ട്സ് ഒന്ന് പഠിച്ച് വെച്ചേക്കുക, കുറേ ഉണ്ട്, ഒരു 12ഓളം എഫക്ട്സ് നിങ്ങളുടെ കയ്യിൽ നോട്ടിലൊക്കെ കാണുമായിരിക്കും. അതിൽ ഒരു 5-6 ഒന്ന് പഠിച്ചു, ഒരു 6 മിനിമം പഠിക്കുക. എസ്സായിട്ടൊന്നും ചോദിക്കൂല, കൂടിപ്പോയ 3 മാർക്ക് വരെയൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എഫക്ട്സ് ഓഫ് എർത്ത് ക്വേക്ക്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഗ്രൗണ്ട് ഷേക്കിംഗ്, അതുപോലെ തന്നെ ഫ്ലഡ്, പിന്നെ ഫോളിംഗ് ഒബ്ജക്ട്സ്, സുനാമി, ഫയർ മുതലായവയെല്ലാം എഴുതാവുന്നതാണ്. ഇംഗ്ലീഷ് മലയാളം പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. അപ്പൊ എഫക്ട്സ് ഓഫ് എർത്ത് ക്വേക്ക് ഒന്ന് നോക്കി വെക്കുക. അടുത്ത ഒരു 3 ടേമുകളാണ്, അതേ ചാപ്റ്ററിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസ്തെനോസ്ഫിയർ എന്താണ്, ലിത്തോസ്ഫിയർ എന്താണ്, നിഫെ എന്താണ്. ഇതിൽ നിഫെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. നിഫെ എന്നറിയപ്പെടുന്ന എന്താണ് ഭൂമിയുടെ ഉള്ളറയിലെ പാളി ഏത് എന്നൊക്കെ ചോദിക്കും. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശിലാമണ്ഡലമാണ്. ആസ്തെനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മലയാളത്തിലും അതേ വേർഡ് തന്നെയാണ്, ആസ്തെനോസ്ഫിയർ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവയെല്ലാം എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ആസ്തെനോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പർ പോർഷൻ ഓഫ് മാൻഡിൽ ആണ്. മാൻഡിൽ എന്ന് പറയുന്ന ഭൂമിയുടെ 2ാമത്തെ പാളിയുടെ ഉപരിഭാഗം അല്ലെങ്കിൽ മുകളിലുള്ള ഭാഗത്താണ് ആസ്തെനോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ആസ്തെനോസ്ഫിയറിൽ നിന്നാണ് മാഗ്മയുടെ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് വോൾക്കാനിക് ഇറപ്ഷനിൽ ലാവയായി പുറത്തോട്ട് വരുന്ന മാഗ്മയുടെ ഉറവിടം സോഴ്സ് എന്ന് പറയുന്നത് ഈ ആസ്തെനോസ്ഫിയർ ആണ്. ലിത്തോസ്ഫിയർ പേരിൽ തന്നെയുണ്ട്, ശിലാമണ്ഡലം, അതായത് റോക്ക് സ്ഫിയർ എന്നറിയപ്പെടും. The crust and upper most part of mantle is known as lithosphere. അതായത് ക്രസ്റ്റും മാൻഡിലിന്റെ അപ്പർ പാർട്ടും കൂടി ചേർന്ന് വരുന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ. പിന്നെ നിഫെ എന്ന് പറയുന്നത് നിക്കലും ഫെറസുമാണ്, ഇതും കൂടി ചേർന്ന്, അതായത് ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള ഏരിയ ആണ്, കോറാണ് കേട്ടോ. കോറിന്റെ ഇന്നർ കോറാണ് നമ്മൾ നിഫെ എന്ന് വിളിക്കുന്നത്. ഇന്നർ കോറിനെയാണ് നിഫെ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇത് ഇങ്ങനെ 3 മാർക്കിന് ചോദിക്കുക. അതായത് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട് ഇങ്ങനെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. ഇപ്പൊ കണ്ടക്ഷൻ, കൺവെക്ഷൻ അങ്ങനെ ചോദിക്കാറില്ല. അതുപോലെ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, അങ്ങനെ ഇതേ കണക്ക് സെപ്പറേറ്റ് വേർഡ്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഈ ഒരു ടേംസ് എല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ അതിനകത്ത് പിന്നീട് വരുന്നതെല്ലാം റിപ്പീറ്റഡ് ആണ്. ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ്, പിന്നെ സോഴ്സസ് തന്നെ പലവട്ടം റിപ്പീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ക്രസ്റ്റ് മാൻഡിൽ കോർ, ഇവയെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിനെ പറ്റിയൊക്കെ ഒരു 2-3 വരികളൊക്കെ എഴുതാൻ അറിഞ്ഞിരിക്കുക. പിന്നെ അതായത് ജനറൽ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഫോക്കസ് എന്താണ്, എപ്പിസെന്റർ എന്താണ്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. പ്രഭ കേന്ദ്രവും അതികേന്ദ്രവും എന്നാൽ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ. അപ്പോൾ അത് ഭൂകമ്പവുമായി വീണ്ടും വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഭൂകമ്പം എന്താണ്, വാട്ട് ഈസ് എർത്ത്, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് എർത്ത്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്ത്, അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസ് എർത്ത് നിന്ന് ചോദിക്കാം. പിന്നെ സീസ്മിക് വേവ്സുമായി ബന്ധപ്പെട്ട് ഷാഡോ സോൺ, പി വേവ്സ്, എസ് വേവ്സ്,
സർഫസ് ഫേസ് വേ പറ്റിയൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. നമ്മൾ ഇവിടുത്തെ ചോദ്യം ഫോക്കസും എപ്പി സെന്ററും ആണ്. ഫോക്കസിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹൈപ്പോ സെന്റർ എന്നാണ് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഭൂമിയുടെ ഉള്ളിൽ, അതായത് ഭൂകമ്പ തരംഗങ്ങളുടെ എല്ലാം ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഫോക്കസ് ആണ് കേട്ടോ. ഫോക്കസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് വെയർ എനർജി ഈസ് റിലീസ്ഡ് അണ്ടർ ദി എർത്ത് സർഫസ് ഈസ് നോൺ ആസ് ഫോക്കസ്. ഇനി ഈ ഫോക്കസിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് സർഫസിൽ കാണപ്പെടുന്ന പോയിന്റ് ആണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. ദ പോയിന്റ് ഓൺ ദ സർഫസ്, ഇമ്പോർട്ടന്റ് ആണ്, പോയിന്റ് ഓൺ ദ സർഫസ്, മുകളിൽ കാണുന്നതാണ്. അതായത് നമ്മളിപ്പോ നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ, നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഭൂകമ്പം ഉണ്ടായത് എന്ന് പറയുകയാണെങ്കിൽ, കാഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലമാണ് എപ്പി സെന്റർ. അപ്പൊ ഫോക്കസ് എവിടെ ആയിരിക്കും? ഈ കാഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലത്തിന്റെ നേരെ താഴെയായിരിക്കും. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ താഴെ കാണുന്ന, ഭൂമിയുടെ അകത്ത് കാണുന്നതാണ് ഫോക്കസ്, പുറത്ത് കാണുന്നതാണ് എപ്പി സെന്റർ. ഇതൊന്നും ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ചോദിക്കാം വൺ വേർഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താണ് MCQ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഇങ്ങനെ തന്നിട്ട് ഏതാണ് ഫോക്കസ് ആണോ എപ്പി സെന്റർ ആണോ, അല്ലെങ്കിൽ ഇതേ കണക്ക് എഴുതാൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് എപ്പി സെന്റർ എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. ചാപ്റ്ററിലോട്ട് വരുവാണെങ്കിൽ സ്പ്രെഡിംഗ് സൈറ്റും സബ്ഡക്ഷൻ സോൺ, ഈ രണ്ട് ടേംസ് ഒന്ന് അറിയിക്കണം. വ്യാപന മേഖലയും നിമഞ്ജന മേഖലയാണ് കേട്ടോ. നിമഞ്ജന മേഖലയും വ്യാപന മേഖലയും എന്നാൽ എന്ത്? ഇത് പ്ലേറ്റ് ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പ്ലേറ്റ് ടെക്ടോണിക്സും പ്ലേറ്റ് ബൗണ്ടറീസും ഒക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതായത് മേജർ പ്ലേറ്റ് മൈനർ പ്ലേറ്റ് ഒക്കെ റിപ്പീറ്റഡ് ആണ്, പല വട്ടം റിപ്പീറ്റ് വന്നതാണ്. അതില് അതേപോലെ പ്ലേറ്റ് ബൗണ്ടറീസും ചോദിച്ചിട്ടുണ്ട്. പ്ലേറ്റ് ബൗണ്ടറീസും പഠിച്ചു വെച്ചാൽ നിങ്ങൾ മുൻ വർഷ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 3 തരം പ്ലേറ്റ് ബൗണ്ടറീസ് അല്ലെങ്കിൽ സീമകൾ: വിയോജന സീമ, സംയോജന സീമ, രൂപാന്തര സീമ. അതായത് ഡൈവേർജന്റ് ബൗണ്ടറി, കൺവേർജന്റ് ബൗണ്ടറി, ട്രാൻസ്ഫോം ബൗണ്ടറി. ഇതിൽ ഡൈവേർജന്റ് ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് സ്പ്രെഡിംഗ് സൈറ്റ് അല്ലെങ്കിൽ എന്താണ് വ്യാപന മേഖല എന്ന് പറയുന്നത്. എന്താണ്? രണ്ട് പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ, അതായത് രണ്ട് പ്ലേറ്റ് മൂവ് ചെയ്യുന്നതാണല്ലോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതാണ് ഡൈവേർജന്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഡൈവേർജന്റ് പ്ലേറ്റ് മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സൈറ്റാണ്, ഒരു മേഖലയാണ് എന്ത്? വ്യാപന മേഖല. അതായത് അടിയിൽ നിന്ന് ലാവ വന്ന് പുറത്തോട്ട് വന്ന് ഒരു പുതിയ ലെയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി കൺവേർജന്റ് ബൗണ്ടറിയിലോട്ട് വരുവാണെങ്കിൽ രണ്ടും കൂടി ഒരേ ദിശയിലോട്ട് ചേർന്ന് കൂട്ടിയിടിച്ച് ഉണ്ടാകുന്നതാണല്ലോ കൺവേർജന്റ്, സംയോജനം ഉണ്ടാവുകയാണ് അവിടെ, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടിയിടി ഉണ്ടാവുമ്പോൾ ഒരു മേഖല എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എന്ത് ചെയ്യുന്നു, താഴോട്ട് ഇറങ്ങി പോകുന്നു. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു മേഖല വിളിക്കുന്ന പേരാണ് നിമഞ്ജന മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിമഞ്ജന മേഖല അല്ലെങ്കിൽ സബ്ഡക്ഷൻ സോൺ കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയുമായും വ്യാപന മേഖല ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ഒരു വട്ടം ചോദിച്ച ചോദ്യമാണ്. ഒരു വട്ടം കഴിഞ്ഞ വർഷം തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് സബ്ഡക്ഷൻ സോൺ സ്പ്രെഡിംഗ് സൈറ്റ്. അപ്പോൾ മറന്നു വരുന്നത് സ്പ്രെഡിംഗ് സൈറ്റ് ഡൈവേർജന്റ് ബൗണ്ടറിയുമായും അതുപോലെ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത് കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ സീ ഫ്ലോർ സ്പ്രെഡിംഗ് ഒക്കെ അറിഞ്ഞിരിക്കുക. സീ ഫ്ലോർ സ്പ്രെഡിംഗ് ഒക്കെ ചോദിക്കാം. അതായത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മുൻ വർഷങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന്. അപ്പോൾ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഹാരി ഹെസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് മുന്നോട്ട് വെച്ചത് 1961. വർഷമൊന്നും ഓർക്കണ്ട, ഹാരി ഹെസ് എന്ന് ഓർത്തിരിക്കുക. സീ ഫ്ലോർ സ്പ്രെഡിംഗ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ്, പ്ലേറ്റ് ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം, പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ, സമുദ്രതല വ്യാപനം എന്നാൽ എന്ത്? 3-4 സ്റ്റേജസ് ഉണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക, ഉപകാരപ്പെടും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് പ്ലേറ്റ് ടെക്ടോണിക്സ്. ഓൾറെഡി പറഞ്ഞതാണ് പ്ലേറ്റ് മൂവ്മെന്റ്, അതുപോലെ തന്നെ പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. അടുത്ത ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് ജിയോമോർഫിക് പ്രോസസ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സോയിൽ ഫോർമേഷനും സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ പെഡോളജി, പെട്രോളജി, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പെട്രോളജി എന്ന് പറയുമ്പോൾ അതിൽ 6 ഉണ്ട് അല്ലെ? പെട്രോ 6 എന്ന് പറയുമ്പോൾ അത് റോക്കിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്, ശിലകളെ പറ്റിയുള്ള പഠനമാണ് പെട്രോളജി എന്നും. പെഡോളജി എന്ന് പറയുന്നത് സോയിൽ സ്റ്റഡി ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പെഡോളജി സോയിൽ സ്റ്റഡി ആണ്, പെട്രോളജി റോക്കുകളെ പറ്റിയുള്ളതാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സും ചോദിക്കാറുണ്ട്. മണ്ണ് രൂപീകരണ ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കാറുണ്ട്. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സ് ഒരു എസ്സേ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക, കാരണം ചിലപ്പോൾ ഒരു 4 മാർക്കിന് എസ്സേ ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് വിവരിച്ച് എഴുതാനും കൂടി പഠിച്ചു വെച്ചേക്കുക. പിന്നീട് ചോദിക്കാൻ അതിൽ ആ ഒരു ചാപ്റ്ററിൽ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അതായത് അധികം ചോദിച്ച് കാണാത്തൊരു ചോദ്യമാണ് ഈ വെതറിംഗ്, ഇറോഷൻ എന്നീ ടേമുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെതറിംഗ് എന്ന് സാധാരണ ഇപ്പൊ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ ചോദിച്ചത് കെമിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ വെതറിംഗിന്റെ ടൈപ്സ് എഴുതുക ഒക്കെയാണ്. അപ്പോൾ ടൈപ്സുമായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഒന്ന് മാറി ചോദിക്കുക.
ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ചോദ്യം എന്താണ് വെതറിംഗ് എന്ന് സിമ്പിൾ ആയിട്ട് ചോദിക്കാം, എന്താണ് ഇറോഷൻ എന്ന് ചോദിക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഡീഗ്രഡേഷൻ, അഗ്രഡേഷൻ എന്നീ വാക്കുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതായത് അപക്ഷയം എന്നാൽ എന്ത്, അപരദനം എന്നാൽ എന്ത്, ഇതൊക്കെ ഉള്ള ചോദിക്കാം. ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ വായിച്ചു വെച്ചേക്കുക. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് വെതറിംഗ്, അതും നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിലൊക്കെ ഉള്ളതാണ്. പ്രാധാന്യം, അപക്ഷയത്തിന്റെ പ്രാധാന്യം, അതൊന്ന് വായിച്ചു വെച്ചേക്കുക. അതായത് ഇത് മൂലം ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നാണ്. അപ്പൊ വെതറിംഗ് എന്താണെന്നൊക്കെ എഴുതാം. അതായത് ഇത്രയേ ഉള്ളൂ. വെതറിംഗ് ആർ റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് റോക്സ് ഇൻടു സ്മോളർ ഫ്രാഗ്മെന്റ്സ്. അപ്പൊ പ്രധാനമായി മണ്ണ് രൂപീകരണത്തിനൊക്കെ കാരണമാകുന്നത് വെതറിംഗ് ആണെന്ന് അറിയാം. പിന്നീട് എന്താണ് വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡെപ്പോസിറ്റ് ഹെൽപ് ടു എൻറിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് മിനറൽസ്. മണ്ണിലുള്ള ധാതുക്കളെയൊക്കെ എന്താണ് അതിന്റെ ഒരു പരിപോഷിപ്പെടുത്താനൊക്കെ ഈ വെതറിംഗിലൂടെ, അപക്ഷയത്തിലൂടെ കാരണമാവുന്നുണ്ട്. പിന്നെ ലീച്ചിങ് പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. അതായത് സോയിൽ എൻറിച്ച്മെന്റ്, ആ വാക്കുകൾ ഒന്ന് ഓർത്തിരിക്കുക. അതായത് സമ്പുഷ്ടീകരണം, മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നത് അല്ലെങ്കിൽ ഫലഭൂഷ്ടമാക്കുന്നത് ഈ അപക്ഷയ പ്രവർത്തനമാണ്. ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻസി വരുന്നത്. പിന്നെ ആ ഒരു സിഗ്നിഫിക്കൻസിനോട് ചേർന്ന് തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് അപക്ഷയത്തിന്റെ പ്രത്യേക ഫലം, സ്പെഷ്യൽ എഫക്ട് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് എക്സ്ഫോളിയേഷൻ എന്നാൽ എന്ത്, 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചൊരു ചോദ്യമാണ്. വാട്ട് ഈസ് എക്സ്ഫോളിയേഷൻ? അപ്പൊ വെതറിംഗുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് എക്സ്ഫോളിയേഷൻ. ഫ്ലേക്കിംഗ് ഓഫ് more or less curved sheets of shells over the rocks. ഇത് വെതറിംഗുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. അതായത് ഈ കല്ലുകളുടെ പുറത്തുള്ളത്, ഒരു നമ്മള് ഒണിയനില്ലേ, സവാളയുടെ ഒക്കെ പുറത്തുള്ള തോട് ഇളകിപ്പോകുന്ന പോലെ കല്ലുകളുടെ പുറത്തുള്ള ഒരു ഷീറ്റ് പോലെ ഇങ്ങനെ ഇളകിപ്പോകുന്ന ഒരു പ്രവർത്തനമാണ് എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ ശിലാസ്തര വിഘടനം. ഇതാണ് ശിലാസ്തര വിഘടനം, എക്സ്ഫോളിയേഷൻ. ഒന്ന് വായിച്ചു വെച്ചേക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. ഒരു വർഷം ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു എന്താണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ്. അതായത് നിങ്ങൾ ഇതൊന്നും കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. മറ്റൊരു കുറച്ച് ടേംസ് ഈ ചാപ്റ്ററിൽ വരുന്നതാണ്. ഓറോജനി എന്നാൽ എന്ത്, അതുപോലെ തന്നെ ഓറോജനിന്ന് മലയാളം കേൾക്കുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, പർവ്വത രൂപീകരണം. അപ്പം ഇംഗ്ലീഷുകാർക്കും എഴുതാവുന്നതാണ്. ഓറോജനി എന്ന് പറയുന്നത് എന്താണ്, മൗണ്ടൻ ബിൽഡിംഗ് പ്രോസസ് ആണ്. ഇനി ഡീഗ്രഡേഷൻ എന്നാൽ എന്ത്, അഗ്രഡേഷൻ, ഡീഗ്രഡേഷൻ ഇറോഷനുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. പിന്നെ എക്സോജനിക് പ്രോസസ്. എക്സോജനിക് നിങ്ങൾക്കറിയാം, എക്സോ എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ, മലയാളം കേൾക്കുമ്പോൾ മനസ്സിലാവും ബാഹ്യ പ്രക്രിയകൾ, ഭൂമിയുടെ പുറത്തുണ്ടാവുന്നതാണ്. എൻഡോ എന്ന് പറയുമ്പോൾ എന്താണ്, എൻഡോജനിക് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്, ആന്തരികമായി ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇവയെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ആ ടേംസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിരപ്പാക്കൽ പ്രക്രിയ, അതാണ് ഗ്രഡേഷൻ. അതിൽ 2 എണ്ണം ഉണ്ട്. ഉയർന്ന ഭാഗങ്ങളെ താഴ്ന്നു വരുന്ന പ്രക്രിയയാണ് ഡീഗ്രഡേഷൻ എങ്കിൽ താഴ്ന്ന ഭാഗങ്ങൾ നികത്തപ്പെടുന്ന പ്രക്രിയയാണ് ഫില്ലിംഗ് അപ്പ് ഓഫ് ഡിപ്രഷൻ ആണ് അഗ്രഡേഷൻ. ലോവറിംഗ് ഡൗൺ ഓഫ് എലിവേറ്റഡ് ഏരിയ ഡീഗ്രഡേഷൻ, ഫില്ലിംഗ് അപ്പ് ഓഫ് ഡിപ്രഷൻ അഗ്രഡേഷൻ. അതുപോലെ തന്നെ ഡയസ്ട്രോഫിസം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ഡയസ്ട്രോഫിസം, വിരൂപണ ചലനങ്ങൾ. അതിനകത്താണ് ഓറോജനിയും, അതായത് പർവ്വത രൂപീകരണം, അതുപോലെ തന്നെ എപ്പിറോജനി, ഭൂഖണ്ഡ രൂപീകരണം, അതാണ് എപ്പിറോജനി എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ഒരു ടേംസ് ആണ്, ഒന്നും അറിഞ്ഞിരിക്കാത്ത, അതായത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്താണ് ഇവയെല്ലാം എന്ന്. അപ്പോൾ ഇതൊക്കെ ആ ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ടേംസ് ആണ്. ഇനി 6th ചാപ്റ്റർ ലാൻഡ് ഫോംസ് ആൻഡ് റെവല്യൂഷൻ ആണ്. അതിൽ കോമൺ ആയിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഈ എന്താണ്, ലാൻഡ് ഫോംസ് തന്നിട്ട് ഏജൻസിൽ ഇറോഷനിലാണോ ഡെപ്പോസിഷനിലാണോ അല്ലെങ്കിൽ ഏത് ഏജന്റ് ആണ് അവയെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതേപോലുള്ള ചോദ്യം. ഇത് വളരെ ജനറൽ ആയി കോമൺ ആയി ചോദിക്കുന്ന, റിപ്പീറ്റഡ്, ഒരുപാട് വർഷം റിപ്പീറ്റ് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലും വരും. പിന്നെ ഇങ്ങനെ ഡയഗ്രാം തന്നിട്ട് സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലഗ്മൈറ്റ്, ഇത് കഴിഞ്ഞ 2023 ചോദിച്ചതാണ്. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഇതേ ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ മോഡലിലും ചോദിച്ചതാണ്. പിന്നെ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള വി ഷേപ്ഡ് വാലി, യു ഷേപ്ഡ് വാലി. ഇത് പേര് കേൾക്കുമ്പോഴേ ഒന്ന് അറിഞ്ഞിരിക്കുക. വിരൂപ താഴ്വരകൾ എന്ന് പറയുമ്പോൾ നദികളുടെ അപരദന പ്രക്രിയയാണ്. ഇതെല്ലാം ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ്. രണ്ടും വാലി എന്ന് കേൾക്കുമ്പോഴേ ഇറോഷണൽ ലാൻഡ് ഫോം ആണ്, അത് അപരദന ഭൂരൂപമാണെന്ന് മനസ്സിലോട്ട് ഓർക്കുക. ഇനി വി എന്ന് കേൾക്കുമ്പോൾ അത് കൂർത്തിരിക്കുകയാണ് അല്ലെ. വി എന്ന് പറയുന്നത് എന്താണ്, ഷാർപ്ഡ് ആണ്. അപ്പൊ വി ആര് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, റിവേഴ്സ് അല്ലെങ്കിൽ റണ്ണിംഗ് വാട്ടർ, ഒഴുകുന്ന ജലത്തിന്റെ അപരദന പ്രക്രിയയാണ്. ഇറോഷണൽ ലാൻഡ് ഫോം ഓഫ് റിവർ ആണെന്നും. യു എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചുകൂടി ഒരു എഡ്ജസ് ഒന്നും ഇല്ല അല്ലെ, യുടെ ഷേപ്പ് എന്ന് പറയുമ്പോൾ. അപ്പൊ അവിടെയും ഒഴുകുന്നത് തന്നെ, പക്ഷെ നദിയെല്ലാം മറച്ച് ഹിമാനി, ഗ്ലേഷ്യേഴ്സിന്റെ ഇറോഷണൽ ലാൻഡ് ഫോം ആണ്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക, അത്രേ ഉള്ളൂ. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഡയസ്ട്രോഫിസം നമ്മൾ പറഞ്ഞതാണ്, വിരൂപണ ചലനങ്ങൾ. അതിനകത്താണ് ഓറോജനിയും എപ്പിറോജനിയും, അതായത് പർവ്വത രൂപീകരണവും ഭൂഖണ്ഡ രൂപീകരണവും ഒക്കെ വരുന്നത്. ഡയസ്ട്രോഫിസം ഒന്ന് ഓർത്തിരിക്കുക. ഇതേ കണക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി ഇതൊന്നും ഇപ്പൊ അങ്ങനെ കണ്ടു വരുന്നില്ല. 2019 ഇങ്ങനെ ഡയഗ്രാം തന്ന്. ഇതിൽ ബർക്കൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ബർക്കൻസ് നിങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ചന്ദ്രക്കല ആകൃതിയിലുള്ള മണൽ കൂനകളാണ് ബർക്കൻസ് എന്ന് പറയുന്നത്. അത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, then moving to next chapter, chapter 7 എന്ന് പറയുന്നത് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ.
ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അപ്പൊ ഈ കഴിഞ്ഞ 2 എക്സാമുകൾക്കും എല്ലാം ചോദിച്ചതും കൂടുതലും ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ട്രോപ്പോസ്ഫിയറിനെ പറ്റിയാണ് എടുത്ത് ചോദിച്ചത്. ലോവർ മോസ്റ്റ് ലെയർ എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ആ ലെയേഴ്സ് ആണ് അപ്പൊ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതിന് പുറമെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് ഓസോൺ ഹോളിനെ പറ്റി ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓസോൺ എന്താണ്, ഓസോൺ ഹോള്, ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഗ്യാസസിനകത്ത് നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഓസോൺ ഹോളിന്റെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഓസോൺ ലെയറിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്താണ് ഓസോൺ ഹോൾ. ഹോൾ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് എഫക്ട് കാരണം ഓസോൺ ലെയറിൽ ഉണ്ടാവുന്ന ഹോൾസ് ആണ് കേട്ടോ. ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലാണ് ഓസോൺ വിള്ളലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഗ്രീൻ ഹൗസ് എഫക്ട് എന്താ, അതൊക്കെ ജനറൽ ആയിട്ട് ചോദിക്കുന്നതാണ്. ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്ട്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഓസോൺ ഹോള് എന്നീ ടേംസ് ഒക്കെ ഓർത്തിരിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ വേപ്പർ, ഇമ്പോർട്ടൻസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതായത് ജലബാഷ്പത്തിന്റെ പ്രാധാന്യം എന്താണ്, അന്തരീക്ഷത്തിൽ ജലബാഷ്പത്തിന്റെ പ്രാധാന്യം എന്താണ്, അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളുടെ പ്രാധാന്യം എന്താണ് കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ വേപ്പർ, ഇമ്പോർട്ടൻസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഈ പോയിന്റുകളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കയ്യിലുള്ള നോട്ടൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ആൻ മീറ്റിയോളജിക്കലി ഇമ്പോർട്ടന്റ് ഗ്യാസ്. ഇതൊരു വട്ടം വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ഇമ്പോർട്ടന്റ് ഓർ മീറ്റിയോളജിക്കലി ഇമ്പോർട്ടന്റ് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ എന്ന് ചോദിച്ചാൽ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീറ്റിയോളജിക്കലി ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിക്കുമ്പോഴും നമുക്ക് ഗ്യാസസിന്റെ അതിൽ വെച്ചിട്ട് എഴുതാം. ഇവിടെ ഗ്യാസസിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. സോ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പാരന്റ് ആണ്. ഇൻകമിംഗ് സോളാർ റേഡിയേഷന് ട്രാൻസ്പാരന്റ് ആണ്. പക്ഷെ തിരിച്ചു പോകുന്നത് നമ്മുടെ ഭൗമ വികിരണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒപ്പേക്ക് ആണ്, അത് തടഞ്ഞു നിർത്തുന്നു. അങ്ങനെയുള്ള പോയിന്റ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ അതൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് നോർമൽ ലാപ്സ് റേറ്റ് എന്താണെന്ന് ചോദിക്കാം. അതായത് ക്രമമായ താപനഷ്ട നിരക്ക് എന്താണെന്ന് ചോദിക്കാം. ക്രമമായ താപനഷ്ട നിരക്ക് നമ്മൾ ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉള്ള ഒരു ഫിനോമിനയാണ് നോർമൽ ലാപ്സ് റേറ്റ്. അതായത് ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ആൾട്ടിറ്റ്യൂഡ്, ഉയരം കൂടുന്തോറും താപനില കുറയുന്ന പ്രക്രിയയാണ് എന്ത് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ലാപ്സ് റേറ്റ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻവേർഷനും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ താപ വിപര്യമാണ്. അതായത് ഈ നോർമൽ ലാപ്സ് റേറ്റിന്റെ റിവേഴ്സ് കണ്ടീഷനാണ്. അതായത് ഉയരം കൂടുന്തോറും താപനിലയും കൂടുന്നു കേട്ടോ. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ആൾട്ടിറ്റ്യൂഡ്, ആ ഒരു കണ്ടീഷനാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ അല്ലെങ്കിൽ താപ വിപര്യം എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ലാപ്സ് റേറ്റ്, ഇൻവേർഷൻ ഓഫ് ടെമ്പറേച്ചർ, ആ ടോപ്പിക്കുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണെങ്കിൽ സർക്കുലേഷൻ വെതർ സിസ്റ്റം, ആ ചാപ്റ്ററിലോട്ട് പോവാണെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും. കരക്കാറ്റും കടൽക്കാറ്റും ഒക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഒരു വ്യത്യസ്തത്തിന് വേണ്ടി എന്ത് ചോദിക്കാം, അതുമായി തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ലാൻഡ് ബ്രീസും സീ ബ്രീസും പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ പഠിക്കുന്ന 2 ബ്രീസാണ് മൗണ്ടൻ ബ്രീസും വാലി ബ്രീസും, അല്ലെങ്കിൽ പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. ആ ടോപ്പിക്ക് അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ സീ ബ്രീസ് ലാൻഡ് ബ്രീസ് ചോദിക്കുന്നതിന് പകരം ഈ ഒരു ചോദ്യം ചോദിക്കാം വിത്ത് ഡയഗ്രാം. നേരത്തെ നമ്മൾ സീ ബ്രീസ് ലാൻഡ് ബ്രീസിന്റെ ഡയഗ്രാം വെച്ചിട്ട്, പിന്നെ ആരോ ഒക്കെ ഇട്ട ഡയഗ്രാം വെച്ചിട്ട് സീ ബ്രീസ് ലാൻഡ് ബ്രീസും ചോദിക്കുന്ന പോലെ മൗണ്ടൻ ബ്രീസിനും വാലി ബ്രീസിനും ഡയഗ്രാംസ് ഉണ്ട്. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഡയഗ്രാം തന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്താണ് മൗണ്ടൻ ബ്രീസ്, എന്താണ് വാലി ബ്രീസ് എന്ന രീതിയിലൊക്കെ ചോദിക്കാവുന്നതാണ്. അതിൽ മൗണ്ടൻ ബ്രീസിനെ തന്നെ കറ്റാബാറ്റിക് വിൻഡ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. തണുപ്പുള്ള സ്ഥലങ്ങളിൽ പർവ്വതങ്ങളിൽ നിന്ന് താഴ്വരകളിലേക്ക് വീശുന്ന കാറ്റാണ് കറ്റാബാറ്റിക്. അപ്പം ആ ടേമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അത് ഇല്ലെങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് മൗണ്ടൻ ബ്രീസ്, എന്താണ് വാലി ബ്രീസ് എന്നൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ആ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഈ കഴിഞ്ഞ മോഡലിന് ചോദിച്ചതാണ്. ഫ്രണ്ട് എന്താണെന്ന് ചോദിച്ചു. വിവിധ തരം ഫ്രണ്ട്സ് അല്ലെങ്കിൽ വാതമുഖം എന്താണ്, വാതമുഖങ്ങൾ വിവിധ തരം ഏതെല്ലാമാണ് ചോദിച്ചിരുന്നു. അതുമായി ചേർത്ത് പഠിക്കേണ്ട ഒരു ടേമാണ് ഫ്രണ്ടോജെനിസിസ്, വാതമുഖോൽപത്തി എന്താണെന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നുമില്ല, ജെനിസിസ് എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. അപ്പൊ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ, ഈ വാതമുഖങ്ങളുടെ ഉത്ഭവത്തിന്റെ പ്രക്രിയ, ഉണ്ടാകുന്ന പ്രക്രിയയാണ് എന്ത് വാതമുഖോൽപത്തി. പിന്നെ വിവിധ തരം വാതമുഖങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ വായു സഞ്ചയം, എയർ മാസസ്, ഇതുമായിട്ട് ചേർത്ത് വരുന്ന ഒരു ടേമാണ്. അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഈ ടൈപ്സ് ഓഫ് ഫ്രണ്ട്സ് കഴിഞ്ഞ മോഡലിൽ ചോദിച്ചു. അതുകൊണ്ട് ഒരു ടോപ്പിക് ഇനി റിപ്പീറ്റ് വരുന്നത് ചാൻസ് കുറവാണ്. എന്ന് വെച്ചാൽ ബോർഡിന് വരാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ എയർ മാസസ് ഒക്കെ ഒന്ന് നോക്കിയിരിക്കുക, ചിലപ്പോൾ ചോദിക്കും. ഇനി
ആ ചാപ്റ്ററിൽ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ടിലോട്ട് വരുന്നതാണ് ട്രോപ്പിക്കൽ സൈക്ലോണും അതുപോലെ തന്നെ ടെമ്പറേറ്റ് സൈക്ലോണും തമ്മിലുള്ള വ്യത്യാസം. ഉഷ്ണമേഖല ചക്രവാതങ്ങളും മിതോഷ്ണമേഖല ചക്രവാതങ്ങളും. ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം ചോദിക്കാം, ട്രോപ്പിക്കൽ സൈക്ലോൺ മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ അല്ലെങ്കിൽ മിതോഷ്ണ ചക്രവാതങ്ങൾ മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺ എന്നും പറയും കേട്ടോ. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് വെച്ചിട്ട് രണ്ടും ഒന്ന് വായിച്ചു വെച്ചേക്കുക. കാരണം സ്ഥിരമായി അങ്ങനെ ചോദിക്കുന്നതല്ല ട്രോപ്പിക്കലും ഈ ടെമ്പറേറ്റും ഒക്കെ. അതിൽ നിന്ന് കൂടുതലും മറ്റു ചോദ്യങ്ങൾ വരും, പക്ഷേ ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്, എസ്സേക്കൊക്കെ ചോദിക്കാറുണ്ട്. കാര്യം ഒരു കമ്പാരിസൺ ആയിട്ട്, ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇനി നമ്മുടെ വാട്ടർ ഇൻ ദി അറ്റ്മോസ്ഫിയർ, അടുത്ത 10th ചാപ്റ്റർ ആണ്. ഇതെല്ലാം ക്ലൈമറ്റോളജി വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. കാലാവസ്ഥ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. കൂടുതലും ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ലാസ്റ്റ് ചാപ്റ്റേഴ്സ്. ക്ലൗഡ്സ് ഇതിനു മുമ്പ് വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ വിവിധ ടൈപ്പ് കേട്ടോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ചോദിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം അല്ലെ, ഹൈറ്റിന്റെ അടിസ്ഥാനത്തിലും ഷേപ്പ് സൈസിന്റെ അടിസ്ഥാനത്തിലൊക്കെ അതിനെ തരംതിരിക്കാറുണ്ട്. അപ്പോൾ ക്ലൗഡ്സ് എന്നാണ് സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. ഇതൊരു വട്ടം ഇങ്ങനെ ഒരു ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാൻ വേണ്ടി. ഇപ്പൊ ഫെദറി അപ്പിയറൻസ് ഉള്ളത്, അതായത് വെളുത്ത തൂവാലകൾ പോലെ കാണപ്പെടുന്ന മേഘമേത് സിറസ്. അപ്പോൾ അങ്ങനെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് അതിൽ നിന്ന്. അപ്പോൾ ആ രീതിയിലും ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് മാത്രം എഴുതാനും ചോദിക്കാം. പിന്നെ ഡ്യൂ, ഫ്രോസ്റ്റ്, ഇതൊക്കെ അതിൽ വരുന്ന ടേംസ് ആണ് കേട്ടോ. ഫോംസ് ഓഫ് കണ്ടൻസേഷൻ വരുന്നതാണ് അതെല്ലാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഫോംസ് ഓഫ് കണ്ടൻസേഷന്, അതായത് ക്ലൗഡ്സ് അതിലൊരു ഫോം ഓഫ് കണ്ടൻസേഷൻ ആണ്. അല്ലാതെ ഡ്യൂ ഉണ്ട്, ഫ്രോസ്റ്റ് ഉണ്ട്, മിസ്റ്റ് ഉണ്ട്, ഫോഗ് ഉണ്ട്. മിസ്റ്റും ഫോഗും തമ്മിലുള്ള വ്യത്യാസം അത് അതിന്റെ വിസിബിലിറ്റി വെച്ചിട്ടാണ് കേട്ടോ. അതിന്റെ നമുക്ക് കാണാൻ സാധിക്കുന്നതിന്റെ ഒരു അളവ് വെച്ചിട്ടാണ് മൂടൽമഞ്ഞിനെയും നേർത്ത മൂടൽമഞ്ഞിനെയും വേർതിരിക്കുന്നത്. മേഘങ്ങൾ, വിവിധതരം മേഘങ്ങൾ, അതെല്ലാം അതിൽ വരുന്ന ടോപ്പിക്കുകളാണ്. ഇനി അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളൊന്നും വരുന്നതല്ല. ജനറലായിട്ട് ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ചില സമയങ്ങളിൽ അതിൽ നിന്നൊരു ചോദിക്കുന്ന ചോദ്യമാണ് ഈ കെപ്പന്റെ കാലാവസ്ഥ അല്ലെങ്കിൽ കൊപ്പന്റെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 2 ക്ലൈമാറ്റിക് വേരിയബിൾസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. കാലാവസ്ഥ വർഗീകരണത്തിന് അദ്ദേഹം ഉപയോഗിച്ച 2 ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്. 2 കാര്യങ്ങളേ ഉള്ളൂ, ശരാശരി ഊഷ്മാവ് അതായത് ആവറേജ് ടെമ്പറേച്ചറും മഴയുടെ അളവും റെയിൻഫോൾ. ഇത് രണ്ടുമാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന 2 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്, ആവറേജ് ടെമ്പറേച്ചറും റെയിൻഫോൾ. അപ്പോൾ കെപ്പന്റെ കാലാവസ്ഥ വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന 2 പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? ആവറേജ് ടെമ്പറേച്ചർ, ശരാശരി ഊഷ്മാവും റെയിൻഫോളിന്റെ അളവും. ഇനി ഇന്ത്യയിലെ കാലാവസ്ഥ കെപ്പന്റെ വർഗീകരണത്തിൽ ഏത് ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്, അതായത് ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ആണെന്ന് അറിയാം, മൺസൂൺ ഉണ്ട്. അപ്പൊ മൺസൂൺ എമ്മിലും ട്രോപ്പിക്കൽ ക്ലൈമറ്റ് കെപ്പൻ ഉപയോഗിക്കുന്നത് എ എന്ന ലെറ്ററിലാണ്. AM ആണ് ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത്. കെപ്പന്റെ കാലാവസ്ഥ വർഗീകരണത്തിൽ ഇന്ത്യയുടെ കാലാവസ്ഥ ഏത് ലെറ്ററിലാണ് സൂചിപ്പിക്കുന്നത്? എയും എമ്മിലും ആണ് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പൊ കണ്ടുവരുന്നില്ല. അതിൽ നിന്ന് കൂടുതലും ഈ ഗ്രീൻ ഹൗസ് എഫക്ട്, ഗ്ലോബൽ വാർമിംഗ് അങ്ങനെയുള്ളതും. പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുന്നത് ഇതാണ്, ഈ സൺസ്പോട്ടിന്റെ ഒരു ചോദ്യം 2020 ചോദിച്ചിട്ടുണ്ട്. സൺസ്പോട്ടുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അത് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ടേം ആണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ കണക്കാക്കുന്നത്. ആസ്ട്രോണമിക്കൽ കോസസ് അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രപരമായ കാരണങ്ങളും ഭൗമ സംബന്ധമായ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ കോസസ്. അതിൽ ജ്യോതിശാസ്ത്രപരമായ കാരണം അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ കോഴ്സിൽ വരുന്നതാണ് ഈ സൺസ്പോട്ടുകളെ പറ്റി അല്ലെങ്കിൽ സൂര്യകളങ്കം എന്ന് പറയുന്നത്. സൂര്യകളങ്കം ആക്ച്വലി സൂര്യനിലെ തണുത്ത പ്രദേശങ്ങളാണ്. സൺസ്പോട്ട് എന്ന് പറയുന്നത് സണ്ണിലെ കോൾഡ് റീജിയൻസ് ആണ്. അപ്പോൾ ആ റീജിയൻസ് പക്ഷെ സണ്ണിൽ കൂടുമ്പോൾ, ഓർത്തിരിക്കണം, കോൾഡ് റീജിയൻസ് ആണെങ്കിലും സണ്ണിൽ ഈ സൺസ്പോട്ടുകൾ കൂടുമ്പോൾ നമ്മുടെ എർത്തില് ടെമ്പറേച്ചർ കൂടുന്നു എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതാണ് സൺസ്പോട്ടിന്റെ ഇമ്പോർട്ടൻസ്. ആക്ച്വലി സൺസ്പോട്ട് എന്താണ്? തണുത്ത മേഖലകളാണ്, സണ്ണിലെ തണുത്ത ഭാഗങ്ങളാണ് സൺസ്പോട്ട്. പക്ഷേ ഈ തണുത്ത ഭാഗങ്ങൾ സണ്ണിൽ കൂടുമ്പോൾ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു? നേരെ വിപരീതമായ ഒരു എഫക്റ്റ് ആണ്. ഭൂമിയിൽ ടെമ്പറേച്ചർ കൂടുന്നു. അതാണ് സൺസ്പോട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ ആ ഒരു ടേമും ഈ കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് ഒരു പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് വായിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ഓഷനോഗ്രഫിയിലോട്ട് പോകുമ്പോൾ, ഓഷനോഗ്രഫി ചാപ്റ്റേഴ്സിലും സ്ഥിരമായി ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ടൈഡ്, അതുപോലെ തന്നെ ഓഷൻ കറൻസ്, അങ്ങനെയുള്ള ഒരു ടോപ്പിക്സും. പിന്നെ ഓഷൻ ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്.
അല്ലാതെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ 4 ഡിവിഷൻസ്, കോണ്ടിനെന്റൽ ഷെൽഫ്, കോണ്ടിനെന്റൽ സ്ലോപ്പ്, കോണ്ടിനെന്റൽ റൈസ്, അതുപോലെ അബിസൽ പ്ലെയിൻസ്, ഇവയെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങളും ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പൊ ഡിവിഷൻസ് ഓഫ് ഓഷൻ ഫ്ലോർ ഒന്ന് വായിച്ചു വെച്ചേക്കുക. സമുദ്രതടത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാവുന്നതാണ്. ഈ ഒരു ടോപ്പിക്കും ഒന്ന് വായിച്ചു വെച്ചേക്കുക. അതുപോലെ അതിൽ ചോദിക്കുന്ന മറ്റ് മൈനർ ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് സീ മൗണ്ട്, അറ്റോള്, ഗയോഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവയുടെ അതായത് സമുദ്രാന്തർ കുന്നുകൾ, അതുപോലെ തന്നെ എന്താണ് ഈ ദ്വീപുകൾ, ചെറിയ പവിഴപ്പുറ്റ് ദ്വീപുകളെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ടേംസ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. പിന്നെ ഒരു വട്ടം ചോദിച്ചൊരു ചോദ്യമാണ് തെർമോക്ലൈൻ എന്ന് പറയുന്നത്. തെർമോക്ലൈൻ എന്ന് പറയുന്ന ഒരു ലെയറിനെ പറ്റി ചോദിച്ചു. അതും സമുദ്രവുമായി ബന്ധപ്പെട്ടതാണ്. തെർമോക്ലൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൗണ്ടറി ആണ്, ഒരു ബൗണ്ടറി റീജിയൻ ആണ്, വേർ ടെമ്പറേച്ചർ ഡിക്രീസസ് റാപ്പിഡ്ലി. അതായത് കടലിന്റെ താഴോട്ട് പോകുമ്പോൾ, ഒരു പർട്ടിക്കുലർ ഏരിയ എത്തുമ്പോൾ, ഒരു പ്രദേശത്ത് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? താപനില കുത്തനെ താഴുന്നു. ആ ഒരു പ്രദേശത്തെയാണ് തെർമോക്ലൈൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് ഒരു വട്ടം ചോദിച്ചതാണ്. അപ്പൊ തെർമോക്ലൈന് ഈ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ്. അടുത്തത് മൂവ്മെന്റ്സ് ഓഫ് ഓഷൻ വാട്ടറിൽ ടൈപ്സ് ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണെങ്കിലും ഈ ഓഷൻ കറൻസിന്റെ പ്രൈമറി കോസസ് എന്തെല്ലാമാണ്? തെർമോക്ലൈൻ ഈ ഒരു റീജിയൻ ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഓഷൻ കറൻസിലെ പ്രൈമറി കോസസ് ഉണ്ട്, സെക്കൻഡറി കോസസ് അല്ലെങ്കിൽ ഫോഴ്സസ് ഉണ്ട്, കാരണങ്ങളിൽ. അതായത് അതിനെ സ്വാധീനിക്കുന്ന, അതായത് സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ബലങ്ങൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. അതിൽ പ്രൈമറി ഫോഴ്സസിൽ വരുന്നതാണ് വിൻഡ്, അതുപോലെ തന്നെ സോളാർ എനർജി, ഗ്രാവിറ്റി, കോറിയോളിസ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. സെക്കൻഡറി ഫോഴ്സസ് എന്ന് പറയുന്നത് ഈ സോളാർ എനർജിയുടെ കാരണം സീ വാട്ടറിൽ ഉണ്ടാകുന്ന ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഒക്കെ, അതായത് ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു അപ്പ് വീലിംഗ്, ഡൗൺ വീലിംഗ്, അതായത് കടൽ വെള്ളം മുകളിലോട്ട് ഉയർന്ന് താഴോട്ട് പോകാനൊക്കെ ഉള്ള ഒരു പ്രതിഭാസത്തിലോട്ട് കാരണമാവും. അതാണ് ദ്വിതീയ ബലങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ സെക്കൻഡറി ഫോഴ്സസ്. പക്ഷെ സെക്കൻഡറി ഫോഴ്സസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ പ്രൈമറി ഫോഴ്സസ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് വായിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന പ്രാഥമിക ബലങ്ങൾ, പ്രൈമറി ഫോഴ്സസ് ഏതൊക്കെ വരും? സോളാർ എനർജി, വിൻഡ്, ഗ്രാവിറ്റേഷൻ, കോറിയോളിസ് ഫോഴ്സ്. അപ്പൊ സൗരോർജം, കാറ്റ്, ഗുരുത്വാകർഷണ ബലം, കോറിയോളിസ് ബലം, ഇതൊക്കെയാണ് പ്രൈമറി കോഴ്സസ് ഓഫ് ഓഷൻ കറൻസ് അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കുന്ന പ്രാഥമിക ബലങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി ടൈഡ് ഒക്കെയാണ് അത് ചോദിക്കുന്നത്. മറ്റ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ഞാൻ പറയുന്നില്ല. പിന്നെ കോൾഡ് കറൻസിന്റെ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഏതെല്ലാമാണ് ശീതജല പ്രവാഹങ്ങൾ, പേരുകൾ മാത്രം ഒന്ന് ഓർത്താൽ മതി. അതൊക്കെ ഒന്ന്, അതായത് ഓരോ ഓഷനിലും വിവിധ ഓഷൻ കറൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് വിടുന്നത്, പഠിക്കാൻ പാട് കാരണം മാറ്റി നിർത്തുന്ന കുറെ ടോപ്പിക്കുകളിലൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. വളരെ കുറച്ചേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യനെ വരുന്നുള്ളൂ. അപ്പൊ വളരെ കുറച്ച് മാത്രം എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ജോഗ്രഫി. ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ബയോഡൈവേഴ്സിറ്റി. കുറെ ജനറൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്, അതായത് കൺസർവേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും പിന്നെ ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇതൊക്കെ ചോദിക്കുന്നത്. ടൈപ്സ് 3 ടൈപ്സ് ഉണ്ട്: ജനറ്റിക്, ജനിതക വൈവിധ്യം; സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ജീവവർഗ വൈവിധ്യം; എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ വൈവിധ്യം, ഇത് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. 3 തരം പ്രാധാന്യമാണ് ജൈവവൈവിധ്യത്തിനുള്ളത്: എക്കോളജിക്കൽ റോൾ, എക്കണോമിക് റോൾ, സയന്റിഫിക് റോൾ. പാരിസ്ഥിതിക പങ്ക്, സാമ്പത്തിക പങ്ക്, ശാസ്ത്രീയ പങ്ക്. അതായത് ജൈവവൈവിധ്യത്തിന്റെ 3 റോൾസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ മെഷേഴ്സ് ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കേണ്ട മാർഗങ്ങൾ. ഇത് തന്നെ വൈൽഡ് ലൈഫിനും ചോദിക്കാറുണ്ട്. ഒരു വട്ടം ഇത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, ബയോഡൈവേഴ്സിറ്റിയും ചോദിച്ചു. ഇത് രണ്ടും ചോദിച്ചാലും നിങ്ങൾക്ക് ഒരേ കാരണങ്ങൾ എഴുതാം. കാര്യം ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിൽ വനം വരും, കാട് വരും. കാട്ടിലാണല്ലോ വൈൽഡ് ആനിമൽസ് ഉള്ളത്. അപ്പൊ രണ്ട് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഈ ഒരു പോയിന്റുകളൊക്കെ ഓർത്ത് വെച്ചേക്കുക. കോസസും മെഷേഴ്സ് എങ്ങനെ സംരക്ഷിക്കാമെന്നും അതുപോലെ തന്നെ എങ്ങനെ എന്തെല്ലാമാണ് ഇതിന്റെ ശോഷണത്തിനുള്ള കാരണങ്ങൾ, കോസസ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഒരു ഏരിയ ഒന്ന് വായിച്ചു വെച്ചേക്കുക. അപ്പൊ ഇത്രയുമാണ് ഒരു ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഇന്ത്യ പാർട്ടിലോട്ട് വരുവാണെങ്കിൽ അവിടെയും ചോദ്യങ്ങൾ വരുന്നുണ്ട്, കുറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജനറൽ ആയിട്ട് ചോദിക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നൊക്കെ ഒരുപാട് 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ സ്ഥിരമായി ചോദിക്കുന്നതല്ലാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. അതായത് ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യത്തെ പറ്റി, പശ്ചിമഘട്ടത്തെ പറ്റി എഴുതുമ്പോൾ, അതായത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റി നിങ്ങൾ എഴുതുമ്പോൾ ഡെക്കാൻ പ്ലേറ്റൂവിലാണ് വെസ്റ്റേൺ ഗട്ട്സ് വരുന്നത്. ഡെക്കാൻ പ്ലേറ്റൂവിന്റെ ഒരു പാർട്ടാണ് വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും. അപ്പൊ ഇതിന്റെ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാണ് വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും, അതുപോലെ തന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും. അപ്പൊ മുൻവർഷത്തെ നോട്ടൊക്കെ ഇതിന് പ്രയോജനപ്പെടുത്താം കേട്ടോ. 10th സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾ SSCRT, അതായത് സ്റ്റേറ്റ് സിലബസ് ഒക്കെ പഠിച്ചവർക്ക്
ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, അതായത് പശ്ചിമ തീര സമതലവും പൂർവ്വ തീര സമതലത്തെ പറ്റിയൊക്കെയുള്ള ഒരു അറിവ് കാണുമായിരിക്കും. ആ പോയിന്റ്സോ നോട്ട്സോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെയും പ്രയോജനപ്പെടുത്താം. അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റേൺ ഗട്ട്സ് ചോദിക്കുമ്പോഴും ടെക്സ്റ്റിലൊക്കെ പോയിന്റ് ഉണ്ടോ ഒന്ന് വായിച്ചു വെച്ചേക്കുക. അതൊക്കെ അതായത് സ്ഥിരമായി ചോദിക്കാത്ത കുറെ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് ഇന്ന് ഈ വരുന്ന എക്സാമിന് അതൊക്കെ ചോദിക്കാം. പിന്നെ ആ പാഠത്തിൽ തന്നെ ഉള്ളതാണ് ഇന്ത്യൻ ഡെസേർട്ടിനെ പറ്റി ചോദിക്കാം. ഒരു വട്ടം ചോദിച്ച ചോദ്യമാണ് ഇന്ത്യൻ മരുഭൂമിയെ മരുസ്ഥലി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ ഈസ് ഇന്ത്യൻ ഡെസേർട്ട് ഈസ് കോൾഡ് മരുസ്ഥലി എന്ന് ചോദിക്കാറുണ്ട്. അതും ആ ഒരു ഇന്ത്യൻ ഡെസേർട്ടിന്റെ പാർട്ടിൽ നിങ്ങൾ വായിച്ചുമ്പോൾ കാണാൻ സാധിക്കും. മഴയുടെ അളവ് കുറവാണ്, പിന്നെ വെജിറ്റേഷൻ ഒക്കെ കുറവാണ്, ആ കാരണത്താലൊക്കെയാണ്. പിന്നെ ഏതെങ്കിലും ഒരു ഫിസിയോഗ്രഫിയെ പറ്റി ചോദിക്കാം. ഇപ്പൊ ഹിമാലയസിനെ പറ്റി ചോദിക്കാം, നോർത്തേൺ പ്ലെയിൻസിനെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ പ്ലേറ്റൂവിനെ പറ്റി ചോദിക്കാം. അത് പീഠഭൂമി, സമതലം, ഹിമാലയാസ് ഇവയൊക്കെ പറ്റി ഒരു 3 മാർക്കിനൊക്കെ, അതിൽ കൂടുതൽ ചോദിക്കാറല്ല, ഒരു 3 മാർക്ക് വരെയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ നോർത്തേൺ പ്ലെയിൻസിന്റെയും ഡിവിഷൻസ് ഒക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ ഡെസേർട്ട് ചോദിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റേൺ ഗട്ട്സ് ഒക്കെ ആ ഒരു ഏരിയയാണ് ചോദിക്കുന്നതാണ്. ഡ്രെയിനേജിലോട്ട് വരുവാണെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്നത് ഈ പെനിൻസുലാർ റിവർ സിസ്റ്റം, അതുപോലെ ഹിമാലയൻ റിവർ സിസ്റ്റം, ഈ നദികളെ പറ്റിയുള്ള ഒരു ചോദ്യം വരാം. ചിലപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് ചോദിക്കാം. ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ ഇൻഡസ്, സിന്ധു നദിയെ പറ്റി ചോദിച്ചു, ചിലപ്പോൾ ഗംഗയെ പറ്റി ചോദിക്കും, അങ്ങനെ. അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സിന്റെ ഒറിജിനെ പറ്റി മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ഈ കഴിഞ്ഞ എക്സാമിന് സെക്കൻഡ് ടേമിനൊക്കെ ചോദിച്ചതാണ്. ഓരോ നദികളുടെയും ഉത്ഭവ സ്ഥാനം എവിടെല്ലാമാണെന്ന്. അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. ആ ഒരു ചാപ്റ്ററിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് കുറവാണ്. ഇനി ക്ലൈമറ്റിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി മൺസൂണിനെ പറ്റിയാണ് അതിൽ കൂടുതലും പഠിക്കുന്നത്. അതേപോലെ മറ്റൊരു ചോദ്യമാണ് ഇന്ത്യയിലെ ഈ ഹോട്ട് വിൻഡ്സിനെ പറ്റി. ലോക്കൽ വിൻഡുകളുണ്ട്, പ്രാദേശികമായി കാണപ്പെടുന്ന കുറെ വാദങ്ങളുണ്ട്. ലൂ പോലുള്ളവ, ലൂ നിങ്ങൾക്ക് അറിയായിരിക്കും. ലൂ പോലെ മാംഗോ ഷവർ ഉണ്ട്, ബ്ലോസം ഷവർ ഉണ്ട്, നോർ വെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പേരൊന്ന് ഓർത്തിരിക്കുക. കാൽ ബൈസാഖി എന്നൊക്കെ പറയുന്ന കാറ്റുകളുണ്ട്. ഇവയൊക്കെ ലോക്കൽ വിൻഡുകളാണ്, ഇന്ത്യയിൽ വീശുന്ന ലോക്കൽ വിൻഡുകളാണ് ഇവയെല്ലാം. അപ്പൊ ഇവരുടെ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് മൂവിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, ചാപ്റ്റർ 5 എന്ന് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷൻ ആണ്. അതായത് നമ്മുടെ വനങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന ചാപ്റ്റർ ആണ്. അതിനകത്ത് ജനറൽ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഫോറസ്റ്റിനെ സംരക്ഷിക്കാം, ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എഴുതി അതേ പോയിന്റിനൊക്കെ തന്നെ ഇവിടെ എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയൊക്കെ എഴുതാം. അതായത് ജസ്റ്റ് ആ പോയിന്റ് മാത്രം മതി. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 കൊണ്ടുവന്നു എന്നൊക്കെ എഴുതാം. പിന്നെ ഈ പറഞ്ഞ ഡീഫോറസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. അപ്പൊ അതൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ ജനറൽ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. ഡിക്ലൈനിങ്, റീസൺസ് ഫോർ ഡിക്ലൈനിങ്, അത് നിങ്ങൾക്ക് ഹണ്ടിങ് എഴുതാം, അതായത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എഴുതാം, ഇതൊക്കെയാണ് റീസൺസ്. പിന്നെ പ്രൊട്ടക്ടിങ് വൈൽഡ് ലൈഫും സംരക്ഷണ മാർഗ്ഗങ്ങൾ എഴുതാം കേട്ടോ. അഫോറസ്റ്റേഷൻ, പിന്നെ ഫോറസ്റ്റ് പോളിസീസ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, സ്ട്രിക്റ്റ് ലോസ്, ഇതൊക്കെ നമുക്ക് എഴുതാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരിക, അതൊക്കെ എഴുതാവുന്ന ഒരു പോയിന്റ് ആണ്. ഇത്രയൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ ചോദിക്കുന്നത്. ഇനി ഡെസിഡിയസ് ഫോറസ്റ്റിനെ പറ്റിയും അങ്ങനെ അതൊക്കെ തിരിച്ചു മറിച്ച് ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോറസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് കേട്ടോ, ഇലപൊഴിയ വനങ്ങളാണ്. അപ്പൊ വനങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു 2-3 പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. ഈ കഴിഞ്ഞ എക്സാമിനും അതിൽ നിന്നൊരു ചോദ്യം വന്നിരുന്നു. അപ്പൊ അതേപോലെ ആ ഒരു ഏരിയ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഏതെല്ലാമാണ് അറ്റ്മോസ്ഫിയറിക് ഡിസാസ്റ്റേഴ്സ്, ഏതെല്ലാമാണ് ടെറസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ്, അക്വാട്ടിക് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്, ജൈവ ദുരന്തങ്ങൾ. കൂടുതൽ രോഗങ്ങളൊക്കെയാണ്. അക്വാട്ടിക്, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ, അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ, ഭൗമ, ജല ദുരന്തങ്ങൾ, ഇവയൊക്കെ പേരൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഒരു വട്ടം ചോദിച്ച ചോദ്യമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രൗട്ട്, വിവിധ തരം വരൾച്ചകൾ ഏതെല്ലാമാണ്. 4 തരം വരൾച്ചകളുണ്ട്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം എഴുതിയെടുക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മിറ്റിഗേഷൻ ആണ്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ ലഘൂകരിക്കൽ മാർഗ്ഗങ്ങൾ എന്ന് പറയും. അപ്പൊ ലാൻഡ് സ്ലൈഡ്, എർത്തുക്വേക്ക്, ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഈ കഴിഞ്ഞ എക്സാമിന് എർത്തുക്വേക്ക് മിറ്റിഗേഷൻ മെഷേഴ്സ് അല്ലെങ്കിൽ ഭൂകമ്പത്തെ ലഘൂകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ദുരന്തത്തിന്റെ ഒരു ലഘൂകരിക്കൽ മാർഗ്ഗങ്ങൾ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ബോർഡ് എക്സാമിന് കേട്ടോ. ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ഇവയുടെയൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഇപ്പം കേരളത്തിലൊക്കെ കൂടുതൽ വരുന്നത് കൊണ്ടും ഒരു ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയ ഒരു ഏരിയ ആണ് ഈ ലാൻഡ് സ്ലൈഡ്, ഫ്ലഡും എന്നൊക്കെ. അപ്പൊ ഫ്ലഡിന്റെ, ലാൻഡ് സ്ലൈഡിന്റെ ഒക്കെ ലഘൂകരിക്കൽ മാർഗ്ഗങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇതൊക്കെ ജനറൽ ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പം ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞിരുന്നു A+ ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ കാരണം നമ്മളുടെ മുൻ വീഡിയോസിൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനകത്ത് നമ്മൾ കുറേ വട്ടം റിപ്പീറ്റ് വന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ചോദ്യങ്ങളും ഞാൻ ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് തന്നെ എടുത്തതാണ്. പക്ഷേ 1-2 വട്ടം മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, പിന്നീട് അത് ചോദിച്ച് കണ്ടിട്ടില്ല.
അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങളൂടി ഒന്ന് അറിഞ്ഞിരിക്കുക, അതിന്റെ ഉത്തരങ്ങളൂടിയൊക്കെ അറിഞ്ഞിരിക്കുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ വരുന്ന എക്സാംസിന് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അതായത് ഒരു എക്സ്പെക്ടിങ്, നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം, ഈ ചോദ്യങ്ങളൊക്കെ വരാം എന്നൊരു പ്രതീക്ഷയോടുകൂടി. അതുകൊണ്ട് എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം ഈ ചോദ്യങ്ങളൂടിയൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഷുവറാണ് A+ അല്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ ലഭിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. സോ നല്ല വൃത്തിക്ക് പഠിക്കുക, എക്സാമിന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. സോ എല്ലാവർക്കും നല്ലൊരു എക്സാം ആയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഓൾ ദ ബെസ്റ്റ്.